സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ സംഖ്യവാണങ്ങളുടെയും കാസ കൂസന്മാരുടെയൊക്കെ ആഹ്ലാദ പ്രകടനങ്ങളും ഒരു പോസ്റ്റൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇവനൊക്കെ മനുഷ്യനുണ്ടായതാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനിയെ രാജ്യത്തെ ഏറ്റവും വലിയ വിഷം ആയിട്ടുള്ള ട്രംപും നെതന്യാഹു എന്ന് പറയുന്ന രണ്ട് സാത്താൻ്റെ സന്തതികൾ, അവൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് ശക്തി രാജ്യങ്ങൾ കൂടെ ചേർന്നുകൊണ്ട് സംയുക്തമായിട്ടാണ് ഇറാനിന് നേരെ ബോംബ് വർഷിച്ച് ഇപ്പം ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമേനി എന്ന് പറയുന്ന അധീര യോദ്ധാവ്, ധീര പോരാളി, രക്തസാക്ഷി എന്നൊക്കെ പറയാം, ആ രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചു എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചോടിയില്ല. അദ്ദേഹം യുദ്ധം നടക്കുമ്പോൾ സ്വന്തം ജനങ്ങളെ വിട്ടിട്ട് മാളത്തിൽ കയറി ഒളിച്ചിരുന്നതില്ല. ഇപ്പം ഇസ്രയേൽ തന്നെ പുറത്തുവിടുന്ന ഒരു പിക്ക് വരുന്നുണ്ട്, ആയത്തുള്ള അൽ ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, തിരിച്ചടിക്കുന്നത് ഇറാന് ഗുണം ചെയ്യില്ല, ഇതുവരെ കാണാത്ത കടുത്ത അക്രമങ്ങൾ നേരിടേണ്ടി വരും, മുന്നറിയിപ്പുമായി ട്രംപ്. ഈ വേട്ടാവളിയനൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റു രാജ്യത്തിരുന്നുകൊണ്ട് ഇങ്ങനെ കൊണയടിക്കുമ്പോഴത്തേക്ക് ഈ യുദ്ധമുഖത്തേക്ക് അല്ലെങ്കിൽ ഈ പോർമുഖത്തേക്ക് ഇറങ്ങി യുദ്ധം ചെയ്ത് പാരമ്പര്യമുള്ള ഒരു സമൂഹത്തോടാണ് ഈ പറയുന്നത്, നീയൊക്കെ ഇനി നിർത്തിക്കോ ഇല്ലെങ്കിൽ ഞങ്ങളങ്ങോട്ട് തൊലിച്ച് കളയെന്ന്. ആയത്തുള്ള അൽ ഖമേനിയെ വധിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ ഭരണം മാറും, അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങൾ മുഴുവൻ അവർക്കെതിരെ തിരിയുമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഈ പൊട്ടന്മാർക്ക് തെറ്റി എന്ന് വേണം പറയാൻ. ആയത്തുള്ള അൽ ഖമേനി മരണപ്പെട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത പിൻഗാമിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ വളരെ ശക്തമായ രീതിയിലാണ് ഈ സയോണിസ്റ്റ് ഭീകര ഭരണകൂടങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സകലമാന മണ്ടന്മാരായിട്ടുള്ള പൊട്ടന്മാരായിട്ടുള്ള ഈ അറബ് രാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ ഇവൻ്റെയൊക്കെ ബേസിലേക്ക് ശക്തമായ രീതിയിലാണ് ഇപ്പോൾ ഇറാൻ പ്രഹരം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് കണ്ട് ഊത്തൽ പിടിച്ചിട്ട് അമേരിക്കൻ്റെ കുറേ പട്ടാളക്കാരൊക്കെ മരിച്ചെന്നൊക്കെ ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ടെൽ അവീവിലും അതുപോലെ ഹൈഫയിലൊക്കെ നടക്കുന്ന അക്രമങ്ങളുടെ ദൃശ്യങ്ങളോ ഫോട്ടോകളോ ഒന്നും തന്നെ പുറത്തുവിടാൻ പാടില്ല. അവിടെ ജോലി ചെയ്യുന്ന മലയാളികളുടെ അടക്കം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഒരു വാർത്തയും പുറത്തേക്ക് വിടാൻ പാടില്ല എന്നാണ്. വലിയ യുദ്ധം ഉണ്ടാകുമെന്ന് നമ്മുടെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഉസ്താദ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണുന്നതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു വാർത്തയിലേക്കും കൂടെ നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇറാനിൽ യുദ്ധം പൊട്ടിയല്ലടാ കഞ്ഞുകുടി വേണം, റോസ്റ്റല്ല കഞ്ഞു കുടിച്ചില്ല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല. ഇറാനിൽ യുദ്ധം പൊട്ടൂല, പൊട്ടിയിരിക്കും. എന്ന് നിനക്കറിയില്ല. യുദ്ധം ഉണ്ടാവും, ആ യുദ്ധത്തിൽ ഇറാൻ തകരും. മുത്ത് മുഹമ്മദ് മുസ്തഫ ഇറാനുമായി യുദ്ധം നടക്കും, അത് പാമ്പം യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും. പക്ഷെ ഇറാൻ മാത്രമല്ല തകരുക, മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ വരും, അവർ ഇറാനെ തകർക്കും. പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? അവർ ഇറാനെ മാത്രമല്ല തകർക്കുക, അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു. എല്ലാവരും പറയുന്നത് മഹ്ദി ഇമാം അടുത്ത് വരുന്നാണ്. മഹ്ദി ഇമാം വരുന്നല്ലടാ, ബെരണ്ടെന്ന് പറയണേങ്ങായി. മഹ്ദി ഇമാം വരുന്ന പറയുന്നേക്കാൾ നല്ല ബെരണ്ടെന്ന് പറയലാണോടോ. അതിന്റെ മൂലം എങ്ങനെ ഞങ്ങൾ പറയുന്നത്? ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യസൂല മുൽകുൽ അറബ്. അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ നഷ്ടപ്പെടാതെ മഹ്ദി പുറത്തു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. വരണ്ടേ പറയും. നമ്മളിങ്ങനെ ബ്രോസ്റ്റൊക്കെ തിന്നിങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നമ്മളും നമ്മളെ പെണ്ണുങ്ങളും കല്യാണത്തിൽ ഇങ്ങനെ ഉടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ മഹ്ദി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരിക. മഹ്ദി പുറത്തു വരികയില്ല. അറബ് രാജ്യത്തിലെ ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവില്ല. ആര് വരുമ്പോൾ? മഹ്ദി വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ. എനിക്ക് പറയാൻ മഹ്ദി വരണവരന്റെ വന്നിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ പപ്പടം പൊരിച്ച് തിന്നതിന്റെ അടിയിൽ വരുന്ന ആളല്ല ആര്? മഹ്ദി കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാണ്. ഇത് ഖുർആൻ പറയുന്നതാണ് കേട്ടോ. അതായത് ഇപ്പം ഇറാനെ അടിച്ചൊതുക്കാൻ കൂട്ടുനിൽക്കുന്ന ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഭരണം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു സമയത്തായിരിക്കും മഹ്ദി ഇമാമിൻ്റെ ആ ഒരു വരവ്. ആ വരവോടുകൂടി ഇതെല്ലാം ഒതുങ്ങും. ആ സമയം കൊണ്ട് ഒരുപാട് എണ്ണത്തിന്
ഇവിടെ ഇവന്മാരെ തീർക്കും. അപ്പോൾ ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന ഈ അറബ് രാഷ്ട്രങ്ങൾ, ഈ പൊട്ടന്മാരായിട്ടുള്ള ഈ മന്ദബുദ്ധികളായിട്ടുള്ള ഭരണാധികാരികൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് ഇറാൻ എന്ന് പറയുന്നത് ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ളൊരു രാജ്യമാണല്ലോ, അതുകൊണ്ട് അവിടുത്തെ നേതാവ് മരണപ്പെട്ടതിൽ സുന്നികൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന്. ഷിയ ആയാലും സുന്നി ആയാലും ആരായാലും അതെല്ലാം മനുഷ്യരാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും അൽ ഖമേനിയുടെ മരണശേഷം ഇനി ആ രാജ്യം ഭരിക്കാൻ ആരും ഉണ്ടാകില്ല, ഇനി ആ രാജ്യത്തിന് ഒരു ഭരണാധികാരി ഇല്ല എന്ന് പറഞ്ഞ് കുരയ്ക്കുന്നവന്മാർക്കുള്ള ഒരു മറുപടിയും കൂടെ ഒന്ന് കേട്ടു നോക്കിക്കോളൂ. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതേയുള്ളൂ. ഇപ്പോൾ ഇത് തീരുമാനമായിരിക്കുന്നു. മുജ്തബ ഖമൈനി അടുത്ത പിൻഗാമിയായി വരും എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതായത് അയത്തുള്ള അലി ഖമൈനിയുടെ മകൻ 55 വയസ്സുകാരനായ മുജ്തബ ഖമൈനിയാണ് ഇനി ഇറാനെ നയിക്കാൻ പോകുന്നത് എന്നുള്ള വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇറാന് മറ്റൊരു പരമോന്നത നേതാവായിരിക്കുന്നു മുജ്തബ ഖമൈനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. 1969 മഷഹദിൽ ജനിച്ച മുജ്തബ 1987 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ട് മാറി. പിന്നീട് ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായിരുന്നു മുജ്തബ. ഇറാൻ സർക്കാരിൽ പദവികളോ മതപരമായ പ്രധാന സ്ഥാനങ്ങളോ ഒന്നുമില്ലെങ്കിലും 2021 അയത്തുള്ള പദവി കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയത്തുള്ള മുജ്തബ ഖമനി എന്ന പേരാണ് ഇനി നമ്മൾ പ്രയോഗിക്കുക. അദ്ദേഹമാണ് ഇനി ഇറാന്റെ പരമോന്നത നേതാവിയായി ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ സായി ഉണ്ട്. സായി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലിസ്റ്റുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുജ്തബ ഖമനി ആയിരിക്കും, സാധ്യതയും അദ്ദേഹത്തിനായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞതേയുള്ളൂ. ഇപ്പോഴിതാ പ്രഖ്യാപനം വരുന്നു. കാരണം വൈകാരികമായി കൂടി മുജ്തബ ഖമനി വരുന്നത് ഇറാൻ ജനതയെ ഒപ്പം നിർത്താൻ ഭരണകൂടത്തിനെ സഹായിക്കുമെന്നുള്ള കൂടി തിരിച്ചറിവിലാണോ ഇപ്പോൾ മുജ്തബ ഖമനിയെ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ അടുത്ത പിൻഗാമിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഷൈകുമാർ, തീർച്ചയായും വളരെ പെട്ടെന്ന് ആ തീരുമാനത്തിലേക്ക് ഇറാൻ എത്തുകയാണ്. ഡോക്ടർ അരുൺകുമാർ, മുജ്തബ ഹുസൈൻ ഖമേനിയെ അവരുടെ അടുത്ത പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അയത്തുള്ള അലി ഖമൈനിയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ ഹുസൈൻ ഖമേനി. 1969 സെപ്റ്റംബർ 8-നാണ് അദ്ദേഹത്തിന്റെ ജനനം. 1987 മുതൽ 88 വരെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2009 നടന്ന തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിച്ച ബാസിദ് ബാച്ചേക്കുനിയുടെ നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുത്തതായുമുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഖമൈനിയുടെ ഏറ്റവും സ്വാധീനമുള്ള, ഇറാനിൽ ഖമൈനി കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി മുജ്തബ ഹുസൈൻ ഖമേനിക്ക് തന്നെയാണ് സാധ്യത എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകം തന്നെ, ആ വാർത്ത സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്കകം തന്നെ വളരെ വേഗത്തിൽ ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഇറാൻ എത്തുകയാണ്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഒരു ഖമേനി പോയാൽ 100 ഖമേനിമാർ ഉയർത്തെഴുന്നേൽക്കും. കാരണം അതാണ് ആ രാജ്യത്തിന്റെ ചരിത്രം. മരണപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് അദ്ദേഹത്തിന്റെ മകൻ ആ രാജ്യത്തിന്റെ നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പൊ രംഗത്തേക്ക് വരുന്നത്. ഇതിനെയും അമേരിക്കയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏത് രാഷ്ട്രത്തിലെ ഏത് ബേസ് ആണെങ്കിലും കൊള്ളാം, ഇനിയും അവരടിക്കും. സത്യത്തിൽ നമുക്ക് ഒരുപാട് സങ്കടവും വിഷമമുണ്ട്. കാരണം യുദ്ധം നീണ്ടുപോകുന്നതിൽ ഒരുപാട് പ്രയാസപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ തന്നെ ആയിരിക്കും. കാരണം ഈ GCC കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് നമ്മുടെ മലയാളികളാണ്. അവർക്കൊന്നും ഒരു ആപത്തും പോലും ഇല്ലാതെ അവരൊക്കെ നാട്ടിലേക്ക് എത്താനായിട്ട് സർവ്വശക്തൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു നരാധമന്മാരുടെയും മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു ജനസമൂഹമല്ല എന്ന് നിന്നെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത. കാരണം ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ചരിത്രങ്ങൾ അതേപോലെ തന്നെ നടക്കുക തന്നെ ചെയ്യും. അതിനകത്ത് ആരും വിഷമിക്കേണ്ടയോ അല്ലെങ്കിൽ ആരും സങ്കടപ്പെടേണ്ടയോ ഒരു കാര്യമില്ല. കാരണം അയത്തുള്ള ഖമേനി എന്ന് പറയുന്ന ആ ധീരനായിട്ടുള്ള വിപ്ലവകാരി ആ രാജ്യത്തിന് വേണ്ടി ഷഹീദായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊന്നും വലിയ പുത്തരിയൊന്നുമില്ല. പൂർവാദ്യം ശക്തിയോടുകൂടി വീണ്ടും അവർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇവന്മാരെപ്പോലുള്ള സാത്താന്റെ സന്തതികൾക്ക് ഇണ്ടാസിനൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ അതോടെ തീരും. അത് ഭയന്നിട്ടാണ് ഇവന്മാർ ഇത്രയും വെപ്രാളം പൂണ്ട് ഒരു പ്രകോപനവും ഇല്ലാതെ ഇറാനെ ഇങ്ങനെ ആക്രമിച്ചിരിക്കുന്നത്. അതിൽ പോലും തളരാതെ മുന്നോട്ട് പോകുന്ന ഇവരാണ് ധീരന്മാർ.